ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പിസോഡ് ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് അതായത് 5 വൈൽഡ് കാർഡ് ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നതാണ്. അപ്പോൾ ബി അനൗൺസ് ചെയ്യുന്നുണ്ട്. അപ്പം ബി പറയുന്ന ഒരാൾ പോയിട്ട് അവരെ റിസീവ് ചെയ്യണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ആദ്യം വന്നത് നമ്മുടെ ജിഷിനാണ്, ആർട്ടിസ്റ്റ്, എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പോൾ ജിഷിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷാനവാസിനോടാണ് പറഞ്ഞത്. അങ്ങനെ ഷാനവാസ് പോയി കൂട്ടിക്കൊണ്ടുവന്ന് ബി ഹൗസൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു, എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നു. പാട്ടും ഡാൻസും ഒക്കെ ആയിട്ടാണ് രണ്ടുപേരും വന്നത്. ഷാനവാസും ഡാൻസ് ചെയ്തു, പാട്ട് പാടി, ജിഷിനും പാട്ടൊക്കെ പാടി ഡാൻസ് ചെയ്തു, വളരെ സന്തോഷത്തോടു കൂടി വന്നു. രണ്ടാമതായി എത്തിയത് മസ്താനിയാണ്, രണ്ടാമത്തെ വൈൽഡ് കാർഡ്. അപ്പോൾ റെനയാനെയാണ് റിസീവ് ചെയ്യാൻ വേണ്ടി ബി അയച്ചത്. അങ്ങനെ റെന അവരെ ക്ഷണിച്ച് വീട്ടിനുള്ളിലേക്ക് വന്ന് എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നു, റൂമൊക്കെ കാണിച്ചു കൊടുക്കുന്നു. മൂന്നാമത്തെ അനൗൺസ്മെൻറ്റ് വന്നു. മൂന്നാമത് വന്നത് പ്രവീണാണ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. അപ്പോൾ അനീഷിനോടാണ് പ്രവീണിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. അങ്ങനെ പ്രവീണിനെ അനീഷ് പോയിട്ട് റിസീവ് ചെയ്ത് കൊണ്ടുവരുന്നു, എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അപ്പോഴത്തേക്കും നാലാമത്തെ അനൗൺസ്മെൻറ്റ് വന്നു. അതാരാണെന്നോ, നമ്മുടെ ഒരു സാബുമാൻ എന്ന് പറയുന്ന ഒരാളാണ്. ആര്യനെയാണ് ബി സാബുമാനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തിയത്. അങ്ങനെ ആര്യൻ പോയിട്ട് സാബുമാനെ കൂട്ടിക്കൊണ്ടുവരുന്നു, വീട്ടിലെത്തി എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നു. പിന്നീട് അഞ്ചാമത്തെ അനൗൺസ്മെൻറ്റ് വന്നു. അഞ്ചാമത് വന്നത് വേദുലക്ഷ്മിയാണ്. വേദുലക്ഷ്മിയെ റിസീവ് ചെയ്യാൻ വേണ്ടി നെവിനെയാണ് ചുമതലപ്പെടുത്തിയത്. അപ്പോൾ നെവിൻ പോയിട്ട് കൂട്ടിക്കൊണ്ടുവരുന്നു. അപ്പോൾ കഴിഞ്ഞ സീസണിലെ വൈൽഡ് കാർഡ് പോലെ ആകുമോ അതോ നല്ല എനർജറ്റിക് ആകുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. അങ്ങനെ 5 പേരും വീടിനുള്ളിലെത്തി. അവർക്ക് ബി ഒരു ടാസ്ക് കൊടുത്തു. അതായത് ഇവിടെ ഗ്യാങ് കൾച്ചർ ഉണ്ടെങ്കിൽ ആരാണ് അതിൻ്റെ ലീഡർ, പിന്നെ ആരാണ് ഇവിടെ ഏറ്റവും ബോറിങ് എന്നൊക്കെയുള്ള ചോദ്യങ്ങളായിരുന്നു ചോദിക്കേണ്ടത്. അപ്പോൾ മസ്താനി ആദ്യം തന്നെ പറഞ്ഞത് ഇവിടെ ഏറ്റവും ബി ഹൗസിൽ ഒരു കണ്ടന്റും കൊടുക്കാതെ ഇങ്ങനെ നിൽക്കുന്നത് ബോറിങ് ആയിട്ടുള്ളത് രേണു ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ രേണു കാലൊക്കെ എടുത്ത് വെച്ചിട്ട് അതിന് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ രേണു ഫയർ അല്ലടാ, ഫയറാണ് എന്നൊക്കെ സ്ഥിരം ഡയലോഗും പറയുന്നുണ്ട്. നമുക്ക് നോക്കാം എന്തായിത്തീരുമെന്ന്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബായ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ.